കൊച്ചിയിൽ DJ പരിപാടിക്കിടെ കൂട്ട മൊബൈൽ ഫോൺ മോഷണം. 100ഓളം മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കപ്പെട്ടു. 28 പരാതികളാണ് ഇതുവരെ മുളവുകാട് പോലീസിന് ലഭിച്ചത്. എന്നാൽ ഫോണുകൾ മോഷണം പോകാനുള്ള സാധ്യത പോലീസ് തള്ളി. DJ ഡാൻസിനിടെ തെറിച്ചു വീണ് മൊബൈൽ ഫോണുകൾ നഷ്ടമായിട്ടുണ്ടെന്ന് എറണാകുളം സെൻട്രൽ ACP ജയകുമാർ 24നോട് പറഞ്ഞു. അപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മാത്രമാണ്. മൊബൈൽ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. എങ്ങനെ നഷ്ടപ്പെട്ടു? തുള്ളുകയാണ് അത് വെച്ചുകൊണ്ട്. അത് തുള്ളിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് തെറിച്ച് പോയിട്ടാണ്. കാരണം എൻ്റെ അടുത്തൊരു 3 പേര് വന്ന് മൊബൈൽ ഫോൺ തെറിച്ച് പോയി എന്ന് പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞത് വേറൊരു ഫോൺ അവിടെ കിടന്ന് എടുത്ത് കിട്ടി, അത് എൻ്റെ അല്ലായിരുന്നു, അത് വേറെ ആൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സംഭവിച്ചത് തുള്ളുന്നതിനിടയ്ക്ക് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ഇതാണ്. അതും മറ്റേ നല്ല ബോധത്തോടുകൂടിയുള്ളവർക്കാണെങ്കിൽ ആ ഫോൺ നഷ്ടപ്പെടുന്നത് അവർക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇത് ചിലപ്പോൾ കൃത്യമായിട്ട് അന്നേരം മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവരറിയായിരുന്നു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? വേണു, ഇന്നലെ രാത്രിയാണ് ലോക പ്രശസ്ത DJ ആർട്ടിസ്റ്റായ അലൻ വോക്കറുടെ നേതൃത്വം അലൻ വോക്കറിന്റെ ഒരു പരിപാടി കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടന്നത്. ആയിരക്കണക്കിന് പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. അത് പോലീസിന്റെ കനത്ത സുരക്ഷയിലുമായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. അതിനിടെയാണ് 100ലധികം മൊബൈൽ ഫോണുകൾ മോഷണം പോയതായുള്ള ഒരു വ്യാപക പരാതി മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെയോടുകൂടി എത്തുന്നത്. ഇതിനോടകം തന്നെ 30ലധികം പരാതികൾ നേരിട്ടും ഇമെയിൽ മുഖേനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ EMI നമ്പർ കേന്ദ്രീകരിച്ചും അല്ലാതെയുമൊക്കെ പോലീസ് ഈ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെയും ഒരു മൊബൈൽ ഫോൺ പോലും കണ്ടെത്താനായിട്ടില്ല. ഐഫോൺ അടക്കം 1 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിലമതിപ്പുള്ള മൊബൈൽ ഫോണുകളാണ് നഷ്ടമായവയിൽ ഏറെയും. അതേസമയം പോലീസ് പറയുന്നത് ഇത് മോഷണ സാധ്യതയല്ല എന്നുള്ളതാണ്. മോഷണ സാധ്യത പൂർണ്ണമായും തള്ളുകയാണ് എറണാകുളം സെൻട്രൽ ACP. അദ്ദേഹം പറയുന്നത് ഈ DJ പാർട്ടിക്കിടെ ഡാൻസ് ചെയ്ത് തുള്ളുന്നതിനിടെ അവരുടെ പോക്കറ്റിൽ നിന്നും ഫോൺ നഷ്ടമായതാകാം എന്നുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. അതേസമയം പരാതിക്കാർ ആ ഒരു പോലീസിന്റെ നിലപാട് തള്ളുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം പേരുടെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പോകുന്നത്, അത് മോഷണം പോയത് തന്നെയാണ് എന്നുള്ള നിലപാടാണ് പരാതിക്കാർ പറയുന്നത്. എന്തായാലും മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ തുടരുന്നുണ്ട്. വേണു. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.